ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നോമ്പ് തുറയ്ക്ക് ചെറുപഴം കൊണ്ട് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. സിമ്പിളാണ്, ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ കാണുന്ന ചുമന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറുപഴം എടുത്തിട്ടുണ്ട്. ഒരു 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് 3 ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ചെറുപഴം ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് റോബസ്റ്റ് പഴം ആയാലും മതിയാവും. പക്ഷേ നമ്മൾ നേന്ത്രപ്പഴം എടുക്കരുത്, അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത പഴം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഈന്തപ്പഴം കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 7 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഞാനിപ്പോൾ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്താൽ മതിയാവും. കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് ചേർക്കാം, ബദാം ചേർക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർക്കാം നമുക്ക്. ഇപ്പോൾ ഞാൻ കുറച്ച് പിസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്ത പാലാണിത്. അങ്ങനെ ഒരു 2.5 കപ്പ് പാലാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സർബത്താണ് എടുത്തിട്ടുള്ളത്. ലൈറ്റായിട്ട് കളർ കൂടി മാറി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സർബത്ത് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഇതിലേതെങ്കിലും ചേർത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ജ്യൂസിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. നല്ല സ്മൂത്തി ആയിട്ടൊന്ന് അടിച്ചെടുക്കണം. കാരണം ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടണം, അതിൻ്റെ പേരിലാണ്. എങ്ങാനും ഈന്തപ്പഴത്തിൻ്റെ സ്കിന്നെല്ലാം നിങ്ങൾക്കൊരു ഡിസ്റ്റർബായിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയതിന് ശേഷം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അതിലേക്ക് ചേർത്താൽ മതിയാവും. എന്നാൽ ശരി, ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇത് നമ്മുടെ ജ്യൂസ് ഇപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്മൂത്തി ആയിട്ടാണ് ഉള്ളത്. നമുക്കിതിപ്പോൾ ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് പാലൊഴിച്ചിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി കൂടി ലൂസായിട്ട് കിട്ടും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റിലുള്ള ഒരു ജ്യൂസാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.